അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്കാമുൻ നൂനി സാക്കിനതി വത്തൻവീൻ. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ. 5 ഗ്രൂപ്പുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഗ്രൂപ്പുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമങ്ങളാണ്. അതിൽ 3 ഗ്രൂപ്പുകളെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി. ഇഖ്ലാബ്, ഇൽഹാർ, ഇദ്ഗാം, ബിഗുന്ന. നമുക്ക് 28 ആളുകളാണ് ഉണ്ടായിരുന്നത്. 28 ആളുകളിൽ നിന്ന് ആ 3 ഗ്രൂപ്പിന് അനുയോജ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഇഖ്ലാബിന് നമ്മള് ഒരാളെ കൊടുത്തു. ഇൽഹാറിന് നമ്മള് 6 പേരെ കൊടുത്തു. ഇദ്ഗാം, ബിഗുന്ന നമ്മൾ കൊടുത്തത് 4 പേരെയാണ്. മൊത്തം 28 ആളുകളിൽ നിന്ന് 11 പേര് പോയി. ഇനി നമുക്ക് ബാക്കിയുള്ളത് 17 പേരാണ്. നമുക്ക് മനസ്സിലാക്കാനുള്ള ഗ്രൂപ്പോ 2 ഗ്രൂപ്പുകളാണ്. പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഗ്രൂപ്പിന്റെ പേര് ഇദ്ഗാം ബിലാ ഗുന്ന. ഇദ്ഗാം ബിഗുന്ന പഠിച്ചതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥവും ഉള്ളടക്കവും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിൾ ആണ്. ഇദ്ഗാം ബിലാ ഗുന്ന. ഇതിന്റെ മറ്റൊരു പേരാണ് ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. നമ്മൾ പഠിച്ചത് ബിഗുന്ന എന്നായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബിഗുന്ന എന്നാണ്. ഇദ്ഗാം എന്നാണ് കോമൺ ആയിട്ടുള്ള വാക്ക്. ഇദ്ഗാം ലയിപ്പിക്കുക, ഇദ്ഗാം ചെയ്യുക, അല്ലെ? ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ലയിപ്പിക്കുക. അപ്പൊ ബിഗുന്ന എന്ന് പറഞ്ഞപ്പോ നമ്മൾ അവിടെ കൊടുത്തത് എന്തായിരുന്നു? ഗുന്നയോടുകൂടി അല്ലെങ്കിൽ വിത്ത് ഗുന്ന. ഗുന്നയോട് കൂടിയാണ് നമ്മൾ എന്താക്കിയത്? ഇദ്ഗാം ബിഗുന്ന പഠിച്ചപ്പോൾ പറഞ്ഞ സംഗതികൾ. സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം 4 ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഗുന്നയോടുകൂടി ഇദ്ഗാം ചെയ്യും. ഈ ബിഗുന്ന എന്ന് പറയുന്നതിന്റെ നേരെ വിപരീതമാണ് ബിലാ ഗുന്ന. ബിലാ ഗുന്ന അല്ലെങ്കിൽ ബിഗൈരി ഗുന്ന. ഇതിന്റെ അർത്ഥം വിത്തൗട്ട് ഗുന്ന, ഗുന്ന കൂടാതെ. ഇദ്ഗാം എന്നുള്ളത് 2 ഇടത്തും എന്താണ്? നിർബന്ധമാണ്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെടുത്ത് ഗുന്നയോട് കൂടിയാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നതോ ഗുന്ന ഇല്ലാതെ. ബിഗൈരി ഗുന്ന, ബിലാ ഗുന്ന. ഗുന്ന ഇല്ലാതെ ഇദ്ഗാം ചെയ്യുന്ന 2 അക്ഷരങ്ങൾ. സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം 2 ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഗുന്ന കൂടാതെ ഇദ്ഗാം ചെയ്യണം. ആരൊക്കെയാണ് ആ അക്ഷരങ്ങള്? ലാം, റ. ലാം, റ. ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരങ്ങളാണ് ലാം, റ. 28 ആളുകളിൽ നിന്ന് നമ്മൾ ഇദ്ഗാം ബിലാ ഗുന്നക്ക് കൊടുക്കുന്ന 2 ആളുകളുടെ പേരാണ് ലാം, റ. നമുക്ക് ഉദാഹരണങ്ങള് നോക്കാം. മിർരിജാൽ ഖാഫിദത്തുർ റാഫിഅ വലാകിൻ ലഅനഹും ഖൈറൻ ലഹും. സാക്കിനായ നൂനിന് ശേഷം റാ, തൻവീന് ശേഷം റാ, സാക്കിനായ നൂനിന് ശേഷം ലാം, തൻവീന് ശേഷം ലാം. ഇവിടെ ഗുന്ന ഇല്ലാതെ, ഈണം കൊടുക്കാതെ, രാഗം കൊടുക്കാതെ നമ്മൾ ഇദ്ഗാം ചെയ്തിട്ട് വേണം ഓതാൻ. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക. സാക്കിനായ നൂനിനെ തൊട്ടടുത്ത അക്ഷരമായ റാ അല്ലെങ്കിൽ ല ഇവയിലോട്ട് എന്താക്കണം? നമ്മൾ മുഴുവനായിട്ട് കാമിലാണ്, ഇദ്ഗാം കാമിലാണ്. അവിടെ മുഴുവനായിട്ട് നമ്മൾ അവിടെ ലയിപ്പിക്കണം. മിർരിജാൽ
സാക്കിനായ നൂനിന്റെ ഒന്നും അവിടെ അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗുന്നക്ക് അവിടെ സ്ഥാനമില്ല. മിർരിജാൽ, അതാണ് ഇവിടെ ശബ്ദ കാണുന്നത്. മുസ്ഹഫിൽ നമുക്ക് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ലാം റ ഈ രണ്ടക്ഷരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശബ്ദ കാണാൻ സാധിക്കും. അതെന്താണ്? പൂർണ്ണമായ ഇദ്ഗാം അവിടെ സംഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്താക്കണം? ഗുന്ന കൂടാതെ റ ലാം ഈ അക്ഷരങ്ങൾക്ക് നമ്മൾ ശബ്ദ കൊടുത്തുകൊണ്ട് വേണം ഓതാൻ. മിർരിജാൽ, മിർരിജാൽ തെറ്റാണ്, ഓതാൻ പാടില്ല. മിർരിജാൽ പാടില്ല. മിർരിജാൽ സാക്കിനായ നൂനെ അവിടെ നമ്മള് അവിടെ ശേഷിപ്പിക്കുന്നേ ഇല്ല. വലാകിൻ ലഅനഹും, വലാകിൻ ലഅനഹും പാടില്ല. വലാകിൻ ലഅനഹും ആ ലാമിന് നമ്മൾ എന്താക്കണം? ശബ്ദ കൊടുക്കണം. പക്ഷെ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ നമ്മൾ അവിടെ ഒന്നും അവിടെ ഉപയോഗിക്കാനേ പാടില്ല. അതിനെ കംപ്ലീറ്റ് നമ്മൾ എന്താണ്? ഒഴിവാക്കാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ അടുത്ത അക്ഷരത്തിലോട്ട് ലയിപ്പിക്കുകയാണ്. വലാകിൻ ലഅനഹും, വലാകിൻ ലഅനഹും. ഖാഫിദത്തുർ റാഫിഅ ഖൈറൻ ലഹും, ഖൈറൻ ലഹും. ഗഫൂറുർ റഹീം, ഗഫൂറുൻ റഹീം എന്നാണ് വാക്ക്. ആ തൻവീനിനെ നമ്മൾ എന്താക്കാണ്? റ എന്ന അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുകയാണ്. വിത്തൗട്ട് ഗുന്ന, ഗുന്ന കൂടാതെ. ഗഫൂറുർ റഹീം. മിർ റബ്ബിക, മിർ റബ്ബിക. വൈലുൽ ലികുല്ലി, വൈലുൽ ലികുല്ലി, വൈലുൽ ലികുല്ലി തെറ്റാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ലറഊഫുർ റഹീം, ലറഊഫുർ റഹീം. റഊഫുൻ റഹീം ഇതാണ് വാക്ക്. അവിടെ തൻവീൻ എന്താവുന്നു? റ എന്ന അക്ഷരത്തിലേക്ക് മുഴുവനായിട്ട് ഇദ്ഗാം ചെയ്യപ്പെടുന്നു. അതോടുകൂടി അവിടെ തൻവീൻ അവശേഷിക്കുന്നില്ല. തൻവീനിന്റെ അഭാവത്തിൽ ഗുന്ന എന്താണ്? അപ്രസക്തമാണ്. അപ്പോ ഗുന്ന കൂടാതെ നമ്മൾ അവിടെ പാരായണം ചെയ്യണം. ലറഊഫുർ റഹീം. വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ. വൈലുൻ ലിൽ എന്നാണ് വാക്ക്. ഉൻ ലി തൻവീന് ശേഷം ല വന്നു. തൻവീൻ എന്താക്കി? നമ്മൾ ലാം എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തു. അതോടുകൂടി അവിടെ ഗുന്ന അവശേഷിക്കുന്നില്ല, തൻവീൻ അവശേഷിക്കുന്നില്ല. ഗുന്ന കൂടാതെ നമ്മൾ ഇദ്ഗാം ചെയ്തു. വൈലുൽ ലിൽ, വൈലുൽ ലിൽ, വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ. മിർ റബ്ബിൽ ആലമീൻ. മിൻ റ, മിൻ റബ്ബ് എന്നാണ് വാക്ക്. സാക്കിനായ നൂനിനെ നമ്മള് റ എന്ന അക്ഷരത്തിലേക്ക് എന്താക്കാണ്? ഇദ്ഗാം. ഇദ്ഗാം കാമിലാണ്, മുഴുവനായിട്ട് നമ്മൾ ഇദ്ഗാം ചെയ്യുകയാണ്. സാക്കിനായ നൂനിന്റെ ഒരു ശബ്ദവും അവിടെ അവശേഷിക്കുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഗുന്ന നടക്കുകയില്ല. മിർ റബ്ബിൽ ആലമീൻ അതാണ് ഇദ്ഗാം ബിലാ ഗുന്ന. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച നാലാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. ലാ ഗൈർ ഈ രണ്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒഴികെ, കൂടാതെ, ഇല്ലാതെ എന്നൊക്കെയാണ് അർത്ഥം.
അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബി ഗുന്ന എന്നതിൽ നിന്ന് ബിയോടൊപ്പം ചേർന്ന് വന്നിരിക്കുന്നത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ഏത്? ലാ ഗൈർ. ഇതിന്റെ രണ്ടിന്റെയും അർത്ഥമാണ് പറഞ്ഞത്, ഒഴികെ, കൂടാതെ, ഇല്ലാതെ. അപ്പൊ ഗുന്ന കൂടാതെയുള്ള ഇദ്ഗാം. ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരങ്ങൾ രണ്ടാളുകളാണ്, ലാം റ. സാക്കിനായ നൂനിനും തൻവീനും ശേഷം ലാം റ വന്നു കഴിഞ്ഞാൽ ഗുന്ന കൂടാതെ ഇദ്ഗാം ചെയ്യണം. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മുസ്ഹഫുകളിൽ ഇവിടെ റ, ലാം ഈ അക്ഷരങ്ങൾക്ക് മുകളിൽ ഷദ്ദ് കാണാൻ സാധിക്കും. ഷദ്ദോടുകൂടി നമ്മൾ ഗുന്ന കൂടാതെ പാരായണം ചെയ്യുക. അപ്പൊ തജ്വീദിന്റെ ഒക്കെ പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ഗാം എത്ര വിധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 2 വിധം എന്നാണ്. 2 ടൈപ്പ് ഇദ്ഗാമുകളാണ് ഉള്ളത്. അതിൽ ഒന്നിന്റെ പേരാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇദ്ഗാം ബിഗുന്ന, ഗുന്നയോട് കൂടിയുള്ള ഇദ്ഗാം. രണ്ടാമത്തെ കൂട്ടരാണ് ഇദ്ഗാം ബിലാ ഗുന്ന, ഗുന്ന ഇല്ലാത്ത ഇദ്ഗാം. ഇദ്ഗാം ബിലാ ഗുന്നയുടെ മറ്റൊരു പേരാണ് ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.